Hello my dear students, welcome to Learner's World. In this video, I talk about a poem analysis, The Country Without a Post Office by Agha Shahid Ali, Part 1. Agha Shahid Ali was born in 1949 in Delhi into the illustrious Agha family of Srinagar, Kashmir. അപ്പോൾ അഗ ഷാഹിദ് അലി ബോൺ ചെയ്തത് 1949 ഡൽഹിയിലാണ് എന്നാണ് പറയുന്നത്. കാശ്മീരിലെ ശ്രീനഗറിലെ ഒരു വലിയ അഗ ഫാമിലിയിലാണ്, അതായത് ഒരു പ്രഭു കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഹി ഗ്രൂ അപ്പ് ഇൻ കാശ്മീർ ആൻഡ് ലെഫ്റ്റ് ഫോർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ 1976. അപ്പോൾ കാശ്മീരിലാണ് അദ്ദേഹം വളർന്നത്, പക്ഷേ 1976 അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. He earned PhD in English from Pennsylvania State University in 1984 and an MFA from the University of Arizona in 1985. അപ്പോൾ പെൻസിൽവേനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1984 അദ്ദേഹം ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് നേടി PhD എടുത്തു എന്നാണ് പറയുന്നത്. പിന്നീട് അരിസോണ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1985 MFAയും അദ്ദേഹം കരസ്ഥമാക്കി. He held teaching position at various universities and colleges in India and the United States. അപ്പോൾ അദ്ദേഹം അമേരിക്കയിലെയും അതുപോലെ പല യൂണിവേഴ്സിറ്റികളിലെയും കോളേജുകളിൽ അദ്ദേഹം ടീച്ചിങ് പ്രൊഫഷൻ അദ്ദേഹം തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം ടീച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, ഇനി നമ്മളുടെ അഗ ഷാഹിദ് അലിയുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പോം ദ കൺട്രി വിത്തൗട്ട് എ പോസ്റ്റ് ഓഫീസ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതുപോലെ ഇതുകൂടാതെ റൂംസ് ആർ നെവർ ഫിനിഷ്ഡ് ആൻഡ് ദ റിബൽ സിലുവറ്റ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ദ റിബൽ സിലുവറ്റ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണെന്നാണ് പറയുന്നത്. ദെൻ Agha Shahid Ali's poems show his experiences in America and his childhood memories in Kashmir. ഇനി അദ്ദേഹത്തിൻ്റെ പോയങ്ങളിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലെ എക്സ്പീരിയൻസസും കാശ്മീരിലെ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സൊക്കെ ഓർമ്മിപ്പിക്കുന്നവയാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പോയംസിലൊക്കെ നമുക്കത് കാണാൻ കഴിയും. ഹിസ് പോയട്രി ഓഫൻ സ്പീക്സ് ഓഫ് ഇൻസെക്യൂരിറ്റി, കമ്പലിംഗ് മെമ്മറീസ്, ഡെത്ത് ആൻഡ് ഹിസ്റ്ററി. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ പോംസിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പോംസിലുള്ള തീമായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഇൻസെക്യൂരിറ്റി, അരക്ഷിതാവസ്ഥ, അതുപോലെ കമ്പലിംഗ് മെമ്മറീസ്, ശക്തിയായിട്ടുള്ള ഓർമ്മകൾ, ഡെത്ത് ആൻഡ് ഹിസ്റ്ററി, മരണം, ചരിത്രം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോംസിലുള്ള പ്രധാന തീമുകൾ, പ്രമേയങ്ങൾ എന്നാണ് പറയുന്നത്. ഹിസ് പോംസ് ആർ നൊസ്റ്റാൾജിക് ഓഫ് ഹിസ് ഫാമിലി ആൻസിസ്റ്റേഴ്സ് ആൻഡ് ഫോർ എ പാസ്റ്റ് ഹി നെവർ ന്യൂ. പിന്നീട് അദ്ദേഹത്തിൻ്റെ പോംസിൽ അദ്ദേഹത്തിൻ്റെ പൂർവികന്മാരെ പറ്റിയും അവരുടെ പഴയ കാലങ്ങളെ പറ്റിയും അതുപോലെ നൊസ്റ്റാൾജിക്, അതായത് ഗൃഹാതുരത്വത്തോടെയാണ് അദ്ദേഹം കവിതകളൊക്കെ എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ആൻസിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പോംസ് എഴുതുന്നത് എന്നാണ് പറയുന്നത്. Although his poems show a longing for Kashmir, he never returned to that place after going to the USA. അപ്പോൾ കാശ്മീരിനെ പറ്റി നല്ല ഓർമ്മകളുണ്ടെങ്കിലും അമേരിക്കയിൽ പോയതിൽ പിന്നെ അദ്ദേഹം ഒരിക്കലും തിരിച്ചു വന്നില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പോംസിൽ ഒരു നല്ല പങ്കും കാശ്മീരിനെ പറ്റിയും അവിടുത്തെ ജനങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ലാർജ് നമ്പർ ഓഫ് ഹിസ് പോംസ് റിവോൾവ് റൗണ്ട് കാശ്മീർ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ പോംസിൽ കൂടുതലായിട്ടും കാശ്മീർ പീപ്പിൾസിനെ കുറിച്ചിട്ടും അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഹി ഹാസ് ഷോൺ ദ സോറോഫുൾ സ്റ്റേറ്റ് ഓഫ് കാശ്മീർ വിച്ച് ഈസ് ദ വെന്യൂ ഓഫ് കണ്ടിന്യൂസ് വയലൻസ്. അതുപോലെ കണ്ടിന്യൂസ് വയലൻസ്, അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് വയലൻസ് നിറഞ്ഞു നിൽക്കുന്ന, അതായത് ശാന്തിയില്ലാത്ത, അശാന്തി നിറഞ്ഞ കാശ്മീരിൻ്റെ ദുരവസ്ഥയെപ്പറ്റി നമ്മളുടെ അഗ ഷാഹിദ് അലി ചിത്രീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Many people think that Kashmir is a paradise on earth by looking at its physical features.
but politically it is always in turmoil and people are afraid to go there even as a tourist, especially in the last few decades. അതായത് കാശ്മീരിനെ പല ആളുകളും കാശ്മീരിനെ വിശേഷിപ്പിക്കുന്നത് ഭൂമിയിലെ സ്വർഗം എന്നാണ്. പക്ഷെ അവിടെ നടമാടുന്ന കൊലയും കൊലപാതകങ്ങളും അവിടെ പോകുന്നതിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 3-4 ദശാബ്ദങ്ങളിലാണ് കാര്യങ്ങൾ ഇത്രയും മോശമായിട്ട് കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആളുകളൊക്കെ വിചാരിക്കുന്നത് കാശ്മീർ എന്ന് പറയുന്നത് പാരഡൈസ് ആണെന്നാണ്. പക്ഷെ അവിടെ ഒരുപാട് വയലൻസ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ആളുകളെ അവിടേക്ക് ടൂറിസ്റ്റിന് പോകുന്നവരെ പിന്തിരിപ്പിക്കുന്നത് തന്നെ ഒരു കാരണമായി മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. The country without a post office was a first title, Kashmir without a post office. അപ്പോൾ ഈ ഒരു പോമത്തിൻ്റെ ആദ്യത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് കാശ്മീർ വിത്തൗട്ട് എ പോസ്റ്റ് ഓഫീസ് എന്നായിരുന്നു. പിന്നീട് ദ കൺട്രി വിത്തൗട്ട് എ പോസ്റ്റ് ഓഫീസ് എന്നാക്കി മാറ്റിയതാണെന്നാണ് പറയുന്നത്. The violence that erupted there in 1990 led to the closing of all post offices there for 7 months. അപ്പോൾ 1990 പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളുടെ ഫലമായിട്ട് അവിടുത്തെ പോസ്റ്റ് ഓഫീസുകളൊക്കെ പൂട്ടിപ്പോയിരുന്നു എന്നാണ് പറയുന്നത്. ജോസഫ് ഡോണോ, a literary critic, said the poet envisions the devastation of his homeland, moving from the realm of the personal to an expensive poetry that maintains an integrity of feeling in the most of political violence and tragedy. അപ്പോൾ ജോസഫ് ഡൊണാഹ്യൂ അദ്ദേഹം ഒരു ക്രിട്ടിക്കാണ്. അദ്ദേഹം പറയുന്നത് തൻ്റെ ജന്മനാടിൻ്റെ നാശമാണ് കവി ചിത്രീകരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജോസഫ് ഡൊണാഹ്യൂ പറയുന്നത് അവിടെ നടമാടുന്ന രാഷ്ട്രീയ അക്രമങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഇടയിൽ പോലും പോയറ്റ് തൻ്റെ ജന്മസ്ഥലത്തെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു പോയത്തിലെ ചില വാക്കുകളും ചിത്രങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Kashmir is a vividly evoked all the more so for retaining an element of the fantastic. The poem has recurring phrases and images. അതായത് നമുക്ക് ഈ ഒരു പോത്തിൽ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇമേജസും ഫ്രേസസും ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. പോം ഇസ് ഇൻ 4 സെക്ഷൻസ്. ഇതിൽ 4 സെക്ഷൻസ് ആയിട്ടാണ് ഈ ഒരു പോം ഉള്ളത്. ഈച്ച് സെക്ഷൻ ഹാസ് 3 8-line stanzas that rhyme as A B C D D C B A. അപ്പോൾ ഇത് 3 സെക്ഷൻസ് ആയിട്ടാണ് 8 lines ആണ്. 8 linesനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒക്ടേവ്സ്. ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് ABCDDCBA എന്നുള്ളതാണ്. This unconventional rhyme suits the movements of the speaker who goes up and down the minaret and in and out of darkness. അപ്പോൾ അസാധാരണമായിട്ടുള്ള ഈ ഒരു റൈം സ്കീം കാണിക്കുന്നത് പോയിറ്റിൻ്റെ പ്രയാസമുള്ള മിനാരറ്റിലേക്കുള്ള കയറ്റവും ഇറക്കവും അതുപോലെ ഇരുട്ടിൽ നിന്നുള്ള വരവും പോക്കൊക്കെയാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്.